ഞാൻ ഓർത്തു ഈശോയെ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വർത്താനമൊക്കെ പറയില്ലേ, എല്ലാ ദിവസവും നിന്നെ ഈ ആരിലേക്കല്ലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ എന്ന് ഞങ്ങൾ കാണുന്നവർ അപ്പോൾ ഇടയ്ക്ക് വർത്താനമൊക്കെ പറയില്ലേ, എന്നും ഇങ്ങനെ ഒരു മുരടിക്കില്ലേ എന്തൊക്കെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലും വന്നിരുന്നു. നിങ്ങളുടെ മനസ്സിലും ഇല്ലേ? എല്ലാ ദിവസവും നമ്മൾ കൊന്തയില്ലണോ, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നു, എല്ലാ ദിവസവും ഇവിടെ എത്തുന്നു, ഒരു ചോദ്യം ഇല്ലേ? അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞൊരു സംഭവമാണേ, നിങ്ങൾ വായിച്ചോളൂ. വിലാപത്തിൻ്റെ പുസ്തകം 3:22-24 എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം. ഈശോ ഇന്നലെ ഇരുന്ന അരളിക്കലിരുന്ന ഈശോ അല്ലാന്ന് ഇന്നലെ വന്ന് ഞാൻ ഇന്നലെ ഇട്ട് ഈ ഉടുപ്പിട്ട് ബ്ലസ്സി ഇവിടെ വന്നിരിക്കേണ്ടത് ബ്ലസ്സി ഇന്നലത്തെ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ഈശോയോ ഇന്നലത്തെ ആളല്ല, ഇന്ന് പുതിയ കാര്യം നമുക്ക് തരാൻ പോകുന്നതെന്നു. അപ്പോൾ നമുക്ക് ഇന്നലത്തെക്കാളും കൂടുതൽ സ്നേഹത്തോടെ ഇന്നിരിക്കണ്ടേ? ഇന്ന് എന്താ തരുന്നതെന്ന് അറിയില്ല. ഇന്നത്തെ എൻ്റെ സ്നേഹം പുതിയതാണ്. ഈശോയുടെ അടുത്ത് വന്നിരുന്ന ഓരോ ദിവസവും ഓരോ സന്തോഷത്തോട് കൂടിയിട്ട് വേണം വരാൻ. ഇന്നലെ വന്നതുപോലെയല്ല, ഇന്ന് അതിലേക്കും കൂടുതൽ സന്തോഷത്തോടെ വരണം. പക്ഷേ ഇന്ന് ഞാൻ ഈശോയ്ക്ക് ഇന്ന് എനിക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ തരാനുണ്ട് ഇല്ലേ? നമ്മുടെ കുട്ടികളോട് രാവിലെ സ്കൂളിൽ പൊക്കോ, വൈകുന്നേരം വരുമ്പോൾ നിനക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പോവുകയും വൈകുന്നേരം ഓടി വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യില്ലേ, നമ്മൾ ഉൾപ്പെടെ. അതേപോലെയാണ് ഈശോ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം. അപ്പോൾ നമുക്ക് ബോറടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.